നമസ്കാരം. അമിത് ഷായെ കണ്ടപ്പോൾ കവാത്ത് മറന്നു പോയിരിക്കുകയാണ് പിണറായി വിജയൻ. എന്താണ് സംഭവമെന്നല്ലേ? ഇതിനോടനുബന്ധിച്ച് LDF പോലും തമ്മിൽ തല്ല് തുടങ്ങിയിട്ടുണ്ട്. വിഷയത്തിലേക്ക് വരാം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതായത് LDF നയപരമായി എതിർത്തിരുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് PM-ശ്രീ. അതായത് PM-ശ്രീ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യയാണ്. എന്നാൽ ഇപ്പോൾ എതിർപ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ കരാറിൽ ഒപ്പിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് മുന്നണിക്കുള്ളിൽ പ്രത്യേകിച്ച് CPI-യുടെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ നിലപാട് മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്, ഇത് ഒരു ഒത്തുതീർപ്പാണോ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായതാണോ പിണറായി? നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. എന്തിന് ഇവർ U-ടേൺ എടുത്തു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നൽകുന്ന വിശദീകരണം വളരെ വ്യക്തമാണ്. PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാനത്തിന് അർഹമായ 1500 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട്, പ്രത്യേകിച്ച് സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ വിഹിതം നഷ്ടമാകും. വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഈ പണം സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ വേണ്ടെന്ന് വെക്കാനാവില്ലെന്നും മറ്റു വകുപ്പുകളിൽ എന്ന പോലെ ഫണ്ട് ലഭ്യമാക്കാനാണ് തീരുമാനമെന്നുമാണ് മന്ത്രിയുടെ വാദം. എന്നാൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ കടന്നുകയറ്റം നടത്തുമെന്ന ആശങ്കയുടെ പേരിലാണ് CPI ഈ നീക്കത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉറപ്പുകൾക്കിടയിലും NEP ഭീഷണി ഒട്ടും അസ്ഥാനത്തല്ലെന്ന് CPI-യുടെ മുഖപത്രമായിട്ടുള്ള ജനയുഗം മുഖപ്രസംഗത്തിലൂടെ തന്നെ പരസ്യമായി നിലപാട് എടുത്തിരിക്കുകയാണ്. LDF കൺവീനർ ആയിട്ടുള്ള TP രാമകൃഷ്ണൻ CPI-യുടെ എതിർപ്പ് സ്വാഭാവികമാണെന്ന് പറയുമ്പോഴും മുന്നണിയിലെ ഭിന്നത ശക്തമായി തുടരുന്നു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രധാനമായി ഉയരുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ ഒത്തുതീർപ്പല്ലേ എന്നതാണ്. സംസ്ഥാന സർക്കാർ പെട്ടെന്ന് നിലപാട് മാറ്റിയതിലെ ഏറ്റവും വലിയ സംശയകരമായ ഘടകം ഇതിന്റെ സമയക്രമമാണ്. അതായത് സംസ്ഥാനം മാസങ്ങളോളം ഈ പദ്ധതിയെ ശക്തമായി എതിർത്തിരിക്കുകയായിരുന്നു. NEP അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രമായിട്ടാണ് അവർ ഇതിനെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായതുമില്ല. എന്നാൽ ഈ എതിർപ്പുകൾക്കെല്ലാം വിരാമമിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഈ കരാറിൽ ഒപ്പിടാനുള്ള തീരുമാനമെടുത്തു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സംഭവിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണം, അമിത് ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പദ്ധതിയിൽ ഒപ്പിടില്ലെന്ന് 2 തവണ മന്ത്രിസഭയിൽ പോലും തീരുമാനമെടുത്ത് പിന്നോട്ട് പോയ ശേഷമാണ് ഈ ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനം റദ്ദാക്കി ഉടമ്പടിയിൽ ഒപ്പിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭിക്കാൻ മാത്രമാണ് ഈ നീക്കം എന്ന സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടിനപ്പുറം മുഖ്യമന്ത്രിയും BJP നേതൃത്വവും തമ്മിൽ എന്തോ ഒരു ഡീൽ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ സംശയം ബലപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം കൂടിയുണ്ട്. മുന്നണിയിലെ പ്രധാന പങ്കാളിയായിട്ടുള്ള CPI-യെ പോലും ഈ നിർണായക തീരുമാനമെടുക്കാൻ വിശ്വാസത്തിൽ എടുത്തില്ല എന്നതാണ് വസ്തുത. അതായത് ഈ തീരുമാനം മന്ത്രിസഭാ യോഗം പോലും ചർച്ച ചെയ്തിട്ടില്ല. CPI മന്ത്രിമാരെ ഈ നീക്കത്തെ കുറിച്ച് അറിയിച്ചിട്ട് പോലുമില്ല. ഈ വിഷയത്തിൽ CPI പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും അതുപോലെ ജനയുഗം ലേഖനം ഇതിനെ ആത്മഹത്യാപരമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത് ഇതൊരു കൂട്ടായ LDF തീരുമാനമായിരുന്നില്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ തലപ്പത്ത് മാത്രം നടന്ന ഒരു വ്യക്തിപരമായ രാഷ്ട്രീയ ക്രമീകരണമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്.